ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് കോട്ടപ്പടി പോകട്ടെ. നേരം വൈകിട്ട് ഉമ്മ വരാൻ നേരം വയ്ക്കാം. നമുക്ക് ഞങ്ങൾ പോവാണേ. എന്തിനാ പോകണമെന്ന് വെച്ചാൽ സേനുവിൻ്റെ ഫുഡൊക്കെ തീർന്നിരിക്കണം. അപ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ എന്തൊക്കെ വാങ്ങിക്കുന്ന വഴിയെ കാണാം. ഞാൻ പോയിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. പോണത് ഓട്ടോറിക്ഷക്കാട്ടോ. നമ്മൾ പോണത് കോട്ടപ്പടിയാണ്. നമ്മൾ കോട്ടപ്പടി പറഞ്ഞ് നിങ്ങളെ ചടപ്പിക്കണില്ല. പിന്നെ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. എന്തിനാ കോട്ടപ്പടിക്ക് തന്നെ എപ്പോഴും പോകണമെന്ന് വെച്ചാൽ നമ്മൾ അടുത്തുള്ള ടൗണ് കോട്ടപ്പടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങളും കിട്ടണമെങ്കിൽ നമ്മൾ കോട്ടപ്പടിക്ക് തന്നെ പോകണം. അതാട്ടോ പോണത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് ഇട്ടിട്ടുള്ള ടീഷർട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്താട്ടോ. ഞാനത് യൂട്യൂബിൽ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ടീഷർട്ട് ആട്ടത്. അങ്ങനെ നമ്മൾ പോയി അവസാനം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്, ഒരു മിനി സൂപ്പർ മാർക്കറ്റ്. പക്ഷേ ഇവിടെ നമ്മളെ മില്ലിലുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും. മില്ലിൽ പൊടിച്ചിട്ടുള്ള എല്ലാ പൊടി ഐറ്റംസും ഇവിടെ നിന്ന് കിട്ടും. ജനുവിന് ആദ്യമായിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിയത് ഞാൻ ഇവിടെ തന്നെ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് ധാന്യപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. ധാന്യപ്പൊടിന്റെ പൊടിക്കാത്ത മിക്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് പൊടിക്കാൻ കുറച്ച് പ്രയാസമാവും, അതിൽ കുറച്ച് കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു. പിന്നെ നവരരി നോക്കിയിട്ടുണ്ടായിരുന്നു. നവരരി പക്ഷേ 8 മാസമായ കുട്ടിക്ക് കൊടുക്കണ്ടെന്നാണ് അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരെ പോയത് അച്ചാറിന്റെ സെക്ഷനിൽ കേട്ടോ. അവിടുന്ന് ഒരു പുളിഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബാസ്ക്കറ്റിൽ ഇട്ട് കൊടുക്കണം, ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട്. പിന്നെ ഈ ഭാഗം ഞാൻ കണ്ടില്ല എന്ന് അങ്ങോട്ട് നടിച്ചു. പിന്നെ ഉമ്മാനെ കപ്പി നടക്കുന്നതാണ് ഈ സീൻ. അവസാനം ഉമ്മാനെ കണ്ടുപിടിച്ചു. ഉമ്മയുടെ പൊടികളുടെ സെക്ഷനിലെത്തും. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഭാഗത്തേന്നു കേട്ടോ. പിന്നെ ഉമ്മാന്റെ ഇഷ്ടത്തിന് ഉമ്മ സാധനങ്ങൾ എടുത്തോട്ടെ, കാരണം നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഒന്നും പോകണില്ല, ഉമ്മാന്റെ പൈസ. പിന്നെ ഉമ്മാന്റെ പൈസ എന്നുള്ള അഹങ്കാരം ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഞാനും ആ ബാസ്ക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ചെറിയ വലിയ ഒരു മിനി സൂപ്പർ മാർക്കറ്റ്. അവിടെ മില്ലിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, ബിസ്ക്കറ്റ്, പിന്നെ പല ഡിറ്റർജന്റുകൾ, സോപ്പും പൊടി, സോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ കിട്ടുമായിരുന്നു. പിന്നെ ഉമ്മാന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ബാസ്ക്കറ്റ്. അപ്പോൾ ഉമ്മാനെ കൊണ്ട് അതിൽ ഇടിപ്പിച്ചു. പിന്നെ അച്ചാറിന്റെ ഭാഗത്ത് പോയിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഉദ്ദേശം ഒരു ലോങ് വീഡിയോ ആക്കാന്നുള്ളതാണ്. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ വിചാരിച്ചു നമ്മൾ എന്തായാലും ഇടങ്ങാറാക്കി എടുക്കല്ലേ, അപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ തന്നെ എടുക്കാമെന്ന്. പിന്നെ സേനുവിന് ചെറിയരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, മൈദ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മൈദ സേനുവിനല്ല കേട്ടോ, ഗോതമ്പ് സേമിയ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിൽ കംഫർട്ട് പിങ്ക് വേരിയന്റിലുള്ളതാണ് നമ്മൾ സാധാരണ വാങ്ങിക്കല്. അപ്പം നമ്മൾ ഇപ്രാവശ്യം ഒരു ബ്ലാക്ക് കളറുള്ള കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു നോക്കാൻ വിചാരിച്ചു. ഇത് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഉമ്മാന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ ഒക്കെ പൊട്ടി. പിന്നെ ഇവിടുന്ന് ഞാൻ 2 ബേക്കറി ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബേക്കറി ഐറ്റംസ് മീൻസ് അത് നിങ്ങൾ കാത്തിരിക്കും, ഞാനത് ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നോക്കട്ടെ, ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്യുക. അതിന്റെ മുന്നേ അത് കാലിയാവുമെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ പോണത് ഇനി കോട്ടക്കുന്നിക്ക് കേട്ടോ. കോട്ടക്കുന്നിക്ക് വെറുതെ നല്ല ഉപ്പിലിട്ട ഐറ്റംസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല കേസ്. കാരണം നമ്മൾ എന്നും കയറുന്ന കടയിലല്ല കയറിയത്. ഇവിടെ ഐറ്റംസ് ഒക്കെ കുറവേന്നു കേട്ടോ. ഞാൻ ഈ കടനെ കുറ്റം പറയില്ല, പക്ഷെ നമ്മൾ പോയപ്പോൾ അവിടെ ആ കടയിൽ മറ്റേ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന കടയിൽ അത്യാവശ്യം എല്ലാ ഐറ്റംസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ നോർമൽ കാണുന്ന സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉമ്മാക്ക് വേണ്ട 2 ഐറ്റംസ് ഒക്കെ നമ്മളവിടുന്ന് പാഴ്സൽ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോകാന്നാണ് വിചാരിച്ചത്. പക്ഷേ രാത്രിക്ക് ഫുഡൊന്നും കഴിക്കാണ്ടായിരുന്നില്ല. അപ്പോൾ പോയി ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഉമ്മ പറഞ്ഞു നമുക്ക് പാഴ്സൽ എന്തെങ്കിലും വാങ്ങിക്കാന്ന്. അങ്ങനെ നമ്മൾ നേരെ എത്തിപ്പെട്ടത് കിഴക്കേത്തലുള്ള ദം ടീ ദം തട്ട്, അങ്ങനെ തന്നെയാവും ഈ കടന്റെ പേര് തോന്നുന്നു. അങ്ങനെ ആ കടയിലെത്തി. അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ, അതായത് പൊറോട്ട, ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പാഴ്സലാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നിന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. കമന്റ്സ് ഒക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.